ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിൻ്റെ ചെറിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അശ്വിനെയും ശ്രുതിയുടെയും നമ്മൾ കാത്തിരുന്നൊരു ആദ്യ രാത്രി നാളത്തെയാണ് കേട്ടോ. ആദ്യ രാത്രി പറയാൻ പറ്റുന്നില്ല, ഒരു ദുരന്ത രാത്രി തന്നെയാണത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വെച്ചിട്ട് നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ ശ്യാമും കൂട്ട് അവർക്കുള്ള മണിയറയും കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ്. അതായത് കഴിഞ്ഞ ആഴ്ച തന്നെ ആകാശിനും പ്രീതിക്ക് വേണ്ടി മണിയറയൊക്കെ ഒരുക്കിയത് കാണിച്ചല്ലോ, സെയിം തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല, രണ്ട് തട്ടിൽ അളക്കണമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇവർക്കും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കണം ശ്യാമേട്ടാന്ന് പറഞ്ഞിട്ട് ശ്യാം പറയുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയുമ്പോൾ അഞ്ജലി കുറേ പൂക്കളും പഴങ്ങളൊക്കെ രാമേട്ടനെ കൊണ്ട് മേടിപ്പിക്കുകയാണ്. എല്ലാം അലങ്കരിച്ച് വെക്കുന്നുണ്ട്. ശ്രുതിക്ക് നല്ല പാരമ്പര്യമായിട്ടുള്ള തന്നെ അടിപൊളി വില കൂടിയ സാരിയും അശ്വിൻ്റെ അമ്മയുടെ ആഭരണങ്ങളൊക്കെ കൊടുക്കുകയാണ് ഇടാനായിട്ട്. ശ്രുതി അതൊക്കെ അണിഞ്ഞ് സുന്ദരിയായിട്ട് വരുമ്പോൾ ശ്യാമിൻ്റെ കണ്ണ് മഞ്ഞിച്ച് പോവാട്ടോ. ശ്യാമിങ്ങനെ ആലോചിച്ച് പോകണോ, ഈശ്വര ശ്രുതിനെ കെട്ടിയായിരുന്നെങ്കിൽ ഞാനും അവളായിട്ടുള്ള ആദ്യരാത്രിയായിരുന്നു ആവേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം അങ്ങ് ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ അങ്ങനെ ഫ്രൂട്ട്സും എല്ലാം തയ്യാറാക്കി വെക്കുവാണ്. അങ്ങനെ അശ്വിൻ വരുന്നുണ്ട്. അശ്വിൻ വരുമ്പോഴേക്കും ശ്രുതി ആ ക്ലാസ്സിൽ, അതായത് അവർ തന്ന കാര്യങ്ങളല്ലേ, അവൻ്റെ ആ പാൽ ഗ്ലാസ് കൊടുക്കുമ്പോഴേക്കും അശ്വിനും, നീ എന്താ പറഞ്ഞിട്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാര്യയുടെ ഒരു അധികാരവും കാണിക്കാൻ നിൽക്കരുതെന്ന്. നീ എന്താ എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ കഴിയാമെന്ന് വിചാരിച്ചോ, സുഖമായിട്ട് കഴിയാമെന്ന് വിചാരിച്ചോ, അതൊക്കെ നിൻ്റെ വെറും ഇതാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതിനെ വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ദേഷ്യത്തിൽ കയറി പിടിക്കുന്നുണ്ട്. ദേ, എൻ്റെ മേളിൽ ഒരു അവകാശം നിനക്കില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ പലതും കാണിക്കുന്നുണ്ടെങ്കിൽ നീ എനിക്ക് വെറും ഇവിടെയുള്ള ഒരു മൺതരിയുടെ പോലത്തെ വില എനിക്ക് നിന്നോടില്ലടി എന്നൊക്കെ അശ്വിൻ പറയുന്നുണ്ടെങ്കിലും ശ്രുതിക്ക് നന്നായിട്ട് അറിയാം അശ്വിന് ശ്രുതിനെ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അശ്വിൻ്റെ എന്തുകൊണ്ടിട്ടാണ് അശ്വിൻ തന്നെ ചെറുതായിട്ടാണെങ്കിൽ വെറുക്കണതിന് കാരണം എന്താണ്, അതാണ് ഇനി ശ്രുതി അറിയാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതിനുവേണ്ടി അശ്വിൻ്റെ കാല് പിടിക്കുന്നതിൻ്റെ പുറകെ നടക്കും. എന്താണെന്ന് കാരണം പറയുമ്പോൾ അശ്വിൻ പറയാൻ വേണ്ടി പല പ്രാവശ്യം ഒരുങ്ങുന്നുണ്ടെങ്കിലും വേണ്ട, പറഞ്ഞിട്ട് എന്തിനാണ് ഞാൻ പറയണത് എന്നൊക്കെ രീതിയിൽ അശ്വിൻ പുച്ഛത്തോട് പോകും. എന്തായാലും നാളത്തെ ഈ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുരന്തമാണ്. ശ്രുതിനെ പുറത്ത് കിടത്തും. ശ്രുതി തണുത്ത് വിറച്ചൊക്കെയാണ് കേട്ടോ കിടക്കണത്. അശ്വിന് വിഷമം തോന്നുന്നെങ്കിലും അശ്വിൻ അത് തിരുത്തൊന്നുമില്ല. നാളെ കാണാം. ബൈ ബൈ.